ആസ്തികളിൽ മേലുള്ള വഖഫിന്റെ നിയന്ത്രണം കുറയ്ക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പുതിയ ബിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുത്തതോടെ വാർത്തകളിൽ നിറഞ്ഞതാണ് വഖഫ് നിയമങ്ങൾ. മുനമ്പം വിഷയം കൂടി സജീവമായതോടെ സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളാണ്: എന്താണ് വഖഫ്, എന്താണ് വഖഫ് ബോർഡ്, എന്താണ് വഖഫ് നിയമങ്ങൾ? 1954 വഖഫ് നിയമപ്രകാരം മതപരമായ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി അള്ളാഹുവിന് ദാനം ചെയ്ത ഭൂമിയാണ് വഖഫ്. ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് ആയി സമർപ്പിക്കപ്പെട്ട ഭൂമി അള്ളാഹുവിന്റെ സ്വത്താണ്. അതിനാൽ മനുഷ്യന് ഇതിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. കരാറായോ ഉടമ്പടി പ്രകാരമോ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഭൂമി വഖഫ് ആയി മാറും. ദീർഘകാലം മതപരമായ ആവശ്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കപ്പെടുന്ന ഭൂമിയും വഖഫ് ആയി പരിഗണിക്കപ്പെടും. മതസ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, അഭയകേന്ദ്രങ്ങൾ എന്നിവയ്ക്കായി വഖഫ് ഭൂമിയോ അതിൽ നിന്നുമുള്ള ആദായമോ ഉപയോഗിക്കാം എന്നതാണ് രീതി. ഒരിക്കൽ വഖഫ് ആയി തീരുമാനിക്കപ്പെടുന്ന ഭൂമി പിന്നീട് തിരിച്ചെടുക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല. ഭൂമി വഖഫ് ആക്കി മാറ്റണമെങ്കിൽ ഉടമസ്ഥന് സ്ഥിരബുദ്ധിയും വസ്തുവിന്മേൽ സമ്പൂർണ്ണ അവകാശവും ഉണ്ടായിരിക്കണം. ഒരാൾക്ക് തന്റെ ഭൂമി വഖഫ് ആയി ദാനം ചെയ്യണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. 1995 വഖഫ് നിയമപ്രകാരമാണ് ഇന്ത്യയിലെ വഖഫ് ചട്ടങ്ങൾ നിലനിൽക്കുന്നത്. അന്വേഷണങ്ങൾ, സാക്ഷി വിസ്താരങ്ങൾ, രേഖകളുടെ പരിശോധന എന്നിവ പ്രകാരം സർവേ കമ്മീഷണർ വഖഫ് വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കുന്നു. വസ്തുവകകൾ പിടിച്ചെടുക്കുന്നതിനും കൈവശം വെക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും അധികാരമുള്ള ഒരു നിയമസ്ഥാപനമാണ് വഖഫ് ബോർഡ്. ഒരു അധ്യക്ഷൻ, സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ, മുസ്ലിം ജനപ്രതിനിധികൾ, എംപിമാർ, സംസ്ഥാന ബാർ കൗൺസിൽ അംഗങ്ങൾ, ഇസ്ലാമിക പണ്ഡിതർ, മേൽനോട്ടക്കാരൻ എന്നിവർ ഉൾപ്പെടുന്ന വഖഫ് ബോർഡുകൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. വഖഫ് വസ്തുക്കളുടെ ഭരണം നഷ്ടമായ വസ്തുക്കളുടെ വീണ്ടെടുപ്പ്, വിൽപ്പനയിലൂടെയോ ഉപഹാരം എന്ന നിലയിലോ പണയമായോ പകരം കൈമാറ്റം എന്ന നിലയിലോ വാടകയായോ ഉള്ള സ്ഥാവര വഖഫ് വസ്തുക്കളുടെ ക്രയവിക്രയം എന്നിവയ്ക്ക് വഖഫ് ബോർഡിന് അംഗങ്ങളുടെ 2/3 പിന്തുണ ആവശ്യമാണ്. വഖഫ് ഉറപ്പുവരുത്താനും വരുമാനം കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പിക്കാനും ചുമതലപ്പെട്ട മേൽനോട്ടക്കാരനെയും ബോർഡ് നിയമിക്കുന്നു. രാജ്യത്താകമാനമുള്ള വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ 1964 സെൻട്രൽ വഖഫ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. വഖഫ് വസ്തുവകകളുടെ ഭരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 1995 കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമാണ് നിലവിൽ ഭേദഗതി ചെയ്യപ്പെടുന്നത്. 1995 നിയമപ്രകാരമാണ് കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും പ്രവർത്തിക്കുന്നത്. വാർഷിക വരുമാനം 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന വഖഫുകൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനം അനിവാര്യമാണെന്ന് നിയമം വ്യക്തമാക്കുന്നു. വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മേൽനോട്ടക്കാരുടെ അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ചുമതലകൾ എന്നിവ വഖഫ് നിയമപ്രകാരം സാധുവായിരിക്കണം. വഖഫ് വസ്തുവകകൾ തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി സർവേകൾ നടത്തുവാനും സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുവാനുമുള്ള അധികാരങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. വഖഫ് വസ്തുവകകളെല്ലാം തന്നെ വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്നത് നിർബന്ധമാണ്. വഖഫ് വസ്തുവകകളുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രീകൃത രജിസ്റ്റർ സൂക്ഷിക്കണം. വഖഫ് വസ്തുക്കളിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ, വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കൽ, വഖഫ് വസ്തുവകകളുടെ പരിശോധന രേഖകളുടെ സംരക്ഷണം എന്നിവയെക്കുറിച്ചും വഖഫ് നിയമത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. 2013 മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തുണ്ടായ സുപ്രധാന ഭേദഗതിയാണ് നിലവിൽ പുതിയ നിയമത്തിലൂടെ മോദി സർക്കാർ മറികടക്കാൻ നോക്കുന്നത്. കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വഖഫ് ബോർഡുകൾക്ക് സംരക്ഷണം നൽകുന്ന 2013 വഖഫ് നിയമ ഭേദഗതി വഖഫ് ട്രിബ്യൂണലുകൾക്ക് പരിധിയില്ലാത്ത പരമാധികാരങ്ങൾ നൽകുന്നു. 2024 ഓഗസ്റ്റ് 8 കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നിലവിൽ ബിൽ പാർലമെന്റിലെ സംയുക്ത സമിതിയുടെ പരിഗണനയിലാണ്. പുതിയ ഭേദഗതി പ്രകാരം വഖഫ് എന്ന് പരാമർശിക്കുന്ന രേഖയില്ലാത്ത വസ്തു വഖഫ് ആണെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. യഥാർത്ഥ പ്രമാണം ഇപ്പോൾ ലഭ്യമല്ലാത്ത വസ്തുക്കളിന്മേൽ വഖഫിന്റെ പരമാധികാരം നഷ്ടമാകും. മാത്രമല്ല, പുതിയ നിയമം നിലവിൽ വരുന്നതോടെ വഖഫ് ബോർഡിന്റെ എല്ലാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് സർക്കാർ മാത്രമായിരിക്കും. കൂടാതെ ഒരു വസ്തു വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് നഷ്ടമാകും. തർക്കം ഉന്നയിക്കപ്പെടുന്ന വസ്തുവിന്റെ സർവേ ഉത്തരവാദിത്തം വഖഫ് ബോർഡിന് നഷ്ടമാവുകയും ജില്ലാ കളക്ടർമാർക്ക് ലഭിക്കുകയും ചെയ്യും. പുതിയ നിയമം നിലവിൽ വന്നാൽ അമുസ്ലിമുകൾക്കും വഖഫിന്റെ റവന്യൂ മേൽനോട്ടക്കാരനാകാൻ സാധിക്കും. കുറഞ്ഞത് 2 അംഗങ്ങളെങ്കിലും മുസ്ലിം അല്ലാത്തവരായിരിക്കണമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. വഖഫ് ട്രിബ്യൂണലുകൾക്ക് മുകളിൽ സാങ്കേതികമായി സുപ്രീം കോടതിക്ക് മാത്രം തിരുത്തൽ അധികാരങ്ങൾ നൽകുന്ന 2013 വഖഫ് ഭേദഗതി നിയമം
വീണ്ടും ഭേദഗതി ചെയ്യാനുള്ള മോദി സർക്കാരിന്റെ നീക്കങ്ങൾ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. വഖഫ് നിയമം ഇനിയും ഭേദഗതി ചെയ്യുന്നത് ഭരണപരമായ സങ്കീർണതകൾക്കും ബോർഡുകളുടെ പരമാധികാരം നഷ്ടപ്പെടുന്നതിനും കാരണമാകും. വഖഫ് ബോർഡുകൾക്ക് മേൽ സർക്കാർ നിയന്ത്രണം വരുന്നത് വഖഫിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. 1954 നിയമപ്രകാരം 1960 കേരള സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകൃതമായത്. നിലവിൽ കേരള വഖഫ് ബോർഡിൽ മേൽനോട്ടക്കാരനെ കൂടാതെ 7 അംഗങ്ങളും 3 സർക്കാർ നോമിനികളുമാണ് ഉള്ളത്. MK സക്കീറാണ് ബോർഡിന്റെ ചെയർമാൻ. MP PV അബ്ദുൾ വഹാബ്, MLA മാരായ P ഉബൈദുള്ള, M നൌഷാദ് എന്നിവർ ബോർഡിലെ ജനപ്രതിനിധികളാണ്. സംസ്ഥാന വഖഫ് ബോർഡിന് കീഴിൽ 9000 സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.